ജയിൽ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ആഗ്രഹവുമായി 15 വർഷം മുമ്പ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ കേരള പോലീസിനെ സമീപിച്ചിരുന്നു. കുറ്റം ചെയ്യാത്തവർക്ക് ജയിലിൽ കഴിയാനാകില്ലെന്ന് പറഞ്ഞ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ തിരിച്ചയച്ചു. എന്നാൽ തെലങ്കാനയിൽ ജയിൽ ടൂറിസത്തിന്റെ ഫീൽ ദ ജയിൽ എന്ന പദ്ധതിയിലൂടെ ബോബി ചെമ്മണ്ണൂർ ആ ആഗ്രഹം സഫലമാക്കി. 500 രൂപ ഫീസടച്ച് 24 മണിക്കൂറാണ് അന്ന് ജയിലിൽ കഴിഞ്ഞത്. തടവുകാരുടേതുപോലത്തെ വസ്ത്രം ധരിച്ച് അവിടുത്തെ ജോലികൾ ചെയ്ത് അവർക്ക് നൽകുന്ന ഭക്ഷണം കഴിച്ചായിരുന്നു 24 മണിക്കൂർ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിഞ്ഞത്. ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. സിനിമാ താരം ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഇന്നലെ യഥാർത്ഥ തടവ് പുള്ളിയായി ബോബി ചെമ്മണ്ണൂർ കാക്കനാട്ടെ ജില്ലാ ജയിലിലെത്തി. ജാമ്യം നിഷേധിച്ച ഉത്തരവ് കേട്ടയുടൻ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച ബോബിയുടെ ആരോഗ്യനില ഭദ്രമാണെന്ന് ജനറൽ ആശുപത്രിയിൽ പരിശോധിച്ചുറപ്പിച്ച ശേഷമാണ് കാക്കനാട്ടെ ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചത്. അന്ന് അകത്ത് കിടക്കാൻ ആഗ്രഹിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചേക്കും. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കുറ്റബോധമില്ലെന്നും ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പ്രതികരിച്ചു. പോലീസ് സെല്ലിൽ പത്രം മരിച്ച് കിടന്നുവെങ്കിലും ഉറങ്ങാനായില്ല. റിമാൻഡിലെ ജയിലിലെത്തിയപ്പോൾ പായും പുതപ്പും കിട്ടിയ സന്തോഷം. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിച്ച് സുഖനിദ്ര. കാക്കനാട് ജയിലിലെ എ ബ്ലോക്കിൽ സ്വർണ്ണക്കട മുതലാളിക്കൊപ്പമുള്ളത് മോഷണ ലഹരി കേസിലെ 5 പ്രതികൾ. കാക്കനാട് ജയിലിലെ എ ബ്ലോക്കിലെ 1ാമത്തെ സെല്ലിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ അന്തിയുറക്കം. ജയിലിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിച്ച് 10 പേർക്ക് കഴിയാവുന്ന സെല്ലിൽ 6ാമനായി പായും പുതപ്പും വിരിച്ച് നിലത്ത് കിടന്നുറക്കം. 5 പേർ ആ സെല്ലിൽ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രി 7:10 ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലെത്തിച്ചത്. കാക്കനാട് ജയിലിൽ വലിയ കൊതുക് ശല്യമില്ല എങ്കിലും ചെറുതായി സ്വർണ്ണക്കട മുതലാളി കൊതുക് കടിച്ചു. പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ചെലവഴിച്ചപ്പോഴുള്ള കൊതുക് ശല്യം ഉണ്ടായതുമില്ല. പോലീസ് സ്റ്റേഷനിൽ ഉറങ്ങുന്നതിന് ഏറെ പരിമിതികളുണ്ടായിരുന്നു. പായും പുതപ്പും കിട്ടിയതോടെ ജയിലിൽ സുഖമായി ബോബി ചെമ്മണ്ണൂർ കിടന്നുറങ്ങി. മുമ്പ് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപും കഴിഞ്ഞത് ഇതേ ജയിലിലാണ്. മോഷണം, ലഹരിമരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിൽ 5 പ്രതികൾക്കൊപ്പമാണ് ബോബിയെയും ഇട്ടിരിക്കുന്നത്. വൈകിട്ട് 5-ന് തന്നെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകും. ബോബി കോടതിയിലും പിന്നീട് ആശുപത്രിയിലും ആയതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ഇതോടെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകി. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിൽ ബുധനാഴ്ച രാത്രി ഉറങ്ങിയത് പത്രക്കടലാസ് വിരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ തണുപ്പ് കാരണം സുഖ ഉറക്കത്തിന് കഴിഞ്ഞില്ല. ഇതിന്റെ ക്ഷീണം കൂടിയപ്പോൾ ജയിലിൽ അതിവേഗം ബോബി ഉറങ്ങിയെന്നാണ് റിപ്പോർട്ട്. രാവിലെ എഴുന്നേറ്റ ശേഷം സഹ തടവുകാരുമായി സംസാരിക്കുകയും ചെയ്തു. പ്രത്യേക സൗകര്യമൊന്നും ബോബിക്കില്ല. എന്നാൽ വമ്പൻ മുതലാളിയായതുകൊണ്ട് പ്രത്യേക നിരീക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബോച്ചൻ നിരാശനാണെന്ന് ജയിലിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എങ്കിലും ജയിലിൽ അധികാരികളുമായി സഹകരിക്കുന്നുണ്ട്. മുമ്പ് ടൂറിസ്റ്റായി തെലങ്കാന ജയിലിൽ കിടന്ന പരിചയം ബോച്ചയ്ക്കുണ്ട്. പോലീസ് കസ്റ്റഡിയും അറസ്റ്റും കോടതി കൂട്ടിലെ നിൽപ്പും ബോബിക്ക് പുതിയ അനുഭവമാണ്. പക്ഷേ കോടതിയിലേക്ക് എത്തുന്ന ബോബിയെ റിമാൻഡ് ചെയ്താൽ ഉണ്ടാകാനിടയുള്ള ജയിൽ ജീവിതം മുതലാളിക്ക് പരിചിതമാണ്. ജയിൽ ജീവിതം അറിയാനുള്ള തന്റെ ആഗ്രഹത്തെ ബോബി സാഹസികമായി മാറ്റിയിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അശ്ലീല ചുവയുള്ള കമന്റുകൾ പ്രചരിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് സകല സ്ത്രീകൾക്കുമെതിരെ അശ്ലീല കമന്റിടുന്ന മാനസിക രോഗികൾക്ക് പ്രോത്സാഹനം നൽകുന്നതായതിനാൽ ഈ കേസ് എല്ലാ സ്ത്രീകൾക്കുമെതിരെയുള്ള കുറ്റമായി കാണണമെന്നും പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇതാണ് കോടതി അംഗീകരിച്ചത്.